ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പുട്ടും കടലക്കറി ഉണ്ടല്ലോ, ചിലർക്കെങ്കിലും ഇന്ന് ഇത് പ്രഭാത ഭക്ഷണമായിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അതിൽ കാണുന്ന കടല അത് എങ്ങനെ നമ്മുടെയൊക്കെ തീന്മേശയിൽ എത്തുന്നത് എന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു ഷെയറും ചെയ്ത് തുടർന്ന് കാണുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചാക്കിൽ കടല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും അതിന് മെഷീൻ റെഡി ആയിക്കൊണ്ട് ട്രാക്ടറും എത്തിയിട്ടുണ്ട്. കാണാൻ ചെന്ന എന്നോട് തന്നെ അവർ വിത്ത് മെഷീനിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ അതിന്റെ കൂടെ രാസവളങ്ങളൊക്കെ ഇട്ട് മെഷീൻ നേരെ അടച്ചു വൃത്തിയാക്കി വെച്ചു. പിന്നീട് അവരുടെ പൂജയും കാര്യങ്ങളുമാണ് ചെയ്യാനുള്ളത്. അത് അവര് പൂജയൊക്കെ ചെയ്ത് പിന്നെ ട്രാക്ടർ മെഷീൻ സ്റ്റാർട്ടായി. അങ്ങനെ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഴലിലേക്ക് ആ വിത്ത് അങ്ങനെ ഇറങ്ങി വിത്ത് നേരെ നിലത്തിലേക്ക് പതിച്ച് അതോടുകൂടി തന്നെ അത് മൂടി വരുന്നു ചെയ്യും. പിന്നെ അടുത്ത ദിവസം തന്നെ അവർ അതിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. പിന്നീട് 8 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും ഇതാണ് അവസ്ഥ. ഏകദേശം മുളച്ചു പൊന്തി. പിന്നെ ഏകദേശം 1 മാസമായപ്പോഴേക്കും അത് നന്നായി വളർന്ന് പന്തലിച്ചു. പിന്നെ 2 മാസമായപ്പോഴേക്കും അതിൽ പൂവിട്ട് തുടങ്ങി. പിന്നീട് അതിൽ കായകൾ ഉണ്ടാവാനും തുടങ്ങി. 3 മാസമായപ്പോഴേക്കും അത് ഏകദേശം ഉണങ്ങി ഈ പരുവത്തിലായി. അതവര് കൊയ്തിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊയ്തിട്ടിരിക്കുന്ന കുറ്റിച്ചെടികളെല്ലാം തന്നെ അവർ ഒരു കൂട്ടിക്കൊണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതിൽ അധികവും സ്ത്രീകളാണ് ജോലിക്കുള്ളത്. അതാണ് ഭയങ്കരം. അതായത് ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളാണ് അധികവും ഇതിൽ ജോലിക്കുള്ളത്. ചെറിയ കുട്ടികളുള്ള സ്ത്രീകളാണ് അധികവും അതിൽ ജോലിക്കുള്ളത്. ഈ കാണുന്ന കുട്ടിക്ക് വെറും 50 ദിവസം മാത്രമാണ് പ്രായമുള്ളത്. അവരുടെയൊക്കെ ഉമ്മമാര് അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും ലാസ്റ്റ് പ്രോസസ്സിനുള്ള അടുത്ത മെഷീൻ നമ്മുടെ പാടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളുമായി ടാർപ്പായൊക്കെ വിരിച്ച് റെഡിയാക്കിയതിനു ശേഷം ആ കുറ്റിച്ചെടികൾ ഓരോന്നായിട്ട് എല്ലാം തന്നെ അതിലേക്ക് ഇട്ടുകൊടുത്താൽ ശേഷം അതിൽ നിന്നും നേരത്തെ കണ്ട തോടിന്റെ ഉള്ളിൽ നിന്നും കടലകൾ വേർതിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടല ഒരു സൈഡിലൂടെ ചാടുന്നതോടൊപ്പം തന്നെ അതിന്റെ വേസ്റ്റ് മറ്റൊരു ഭാഗത്തൂടെ പുറന്തള്ളുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആയ കടലകളെല്ലാം തന്നെ സ്പോട്ടിൽ വെച്ച് അവർ വണ്ടിയിൽ ലോഡാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് കുറച്ച് ദൈർഘ്യം കൂടുതലാണെങ്കിലും A to Z എല്ലാ വിഷയങ്ങളും അത് ഉൾക്കൊള്ളിച്ചിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.